സുഹൃത്തുക്കളെ, ഈ വർഷം ഇനി തീരാൻ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു ചോദ്യം വരുന്നുണ്ടോ? ഞാൻ ഈ വർഷം എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയോ? വേറെ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നോ? ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ വർഷം മികച്ചതാക്കാൻ ഇപ്പോഴും വൈകിട്ടില്ല. ഇന്ന് മുതൽ തന്നെ തുടങ്ങാൻ കഴിയുന്ന 5 ഹാബിറ്റ്, 5 ലളിതമായ ഒരു ശീലങ്ങൾ ഈ വർഷം തുടങ്ങിയതുപോലെയല്ല, കൂടുതൽ കരുത്തോടെ, കൂടുതൽ ബോധത്തോടെ ഈ വർഷം അവസാനിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും. എന്താണെന്ന് മനസ്സിലാക്കിയാലോ? നമ്പർ 1 ഹാബിറ്റ്, ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് റിഫ്ലക്ട് ഡെയിലി. ആദ്യത്തെ ശീലം ദിവസവും കാര്യങ്ങൾ വിലയിരുത്തുക എന്നതാണ്. എല്ലാ ദിവസവും രാത്രി കുറഞ്ഞത് 3 മിനിറ്റ് മാത്രം മതി സ്വയം ഇങ്ങനെ ചോദിക്കുക: ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നന്നായി നടന്നു? എനിക്ക് എന്താണ് മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നത്? ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെയായിരുന്നു? ആരെയും കുറ്റപ്പെടുത്താനല്ല കേട്ടോ, സ്വയം കുറ്റം പറയാനുമല്ല, സ്വയം മനസ്സിലാക്കാനാണ്. ഇത്തരം ചെറിയ തിരിച്ചറിവുകളാണ് നമ്മളെ പതുക്കെ വളർച്ചയിലേക്ക് നയിക്കുന്നത്. രണ്ടാമത്തെ ശീലം, മൂവ് യുവർ ബോഡി. നമ്മുടെ ശരീരത്തിനെ ചലിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക. ഇതൊരു ഫിറ്റ്നസ് ഗോളല്ല, 6 പാക്ക് ഒന്നും അല്ല പറയുന്നത്, ജിമ്മിൽ പോകണമെന്നും പറയുന്നില്ല. ശരീരത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്റ്റക്കായിട്ടുള്ള ആ എനർജിയെ മാറ്റാനാണ്. ഒരു ചെറിയ നടത്തമാകാം, ലഘു സ്ട്രെച്ചിങ് ആവാം, അല്ലെങ്കിൽ പുതിയൊരു നൃത്തം പഠിക്കാം. ശരീരം അനങ്ങുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ശരീരം ചലിക്കുമ്പോൾ മനസ്സ് പതുക്കെ തുറക്കാൻ തുടങ്ങും. മൂന്നാമത്തെ ശീലം, ജേണൽ വീക്ക്ലി. മൂന്നാമത്തെ ശീലം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഡയറി അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് കീപ്പ് ചെയ്യുക. ഒരു ടു ഡു ലിസ്റ്റ് മാത്രമല്ല, നിങ്ങളുടെ ചിന്തകൾ എഴുതാം, നിങ്ങളുടെ മനസ്സിലെ ഭാരം പേപ്പറിലേക്ക് മാറ്റാം. എനിക്ക് ഇങ്ങനെ തോന്നാൻ കാരണം എന്ത്? ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്? എഴുതുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പതുക്കെ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഹാബിറ്റ് കൊണ്ടുവരിക. നാലാമത്തെ ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ റീച്ച് ഔട്ട് ഇന്റൻഷൻലി. നാലാമത്തെ ഒരു ശീലമാണ് ബന്ധങ്ങളെ പുതുക്കുക. ആഴ്ചയിൽ ഒരാൾക്കെങ്കിലും ഒരു ചെറിയ മെസ്സേജ് അയക്കുക. വളരെ നാളായി സംസാരിക്കണമെന്ന് തോന്നിയ ഒരാളാകാം, പഴയൊരു സുഹൃത്ത്, ഒരു കുടുംബാംഗമാകാം. ഇതിലൂടെ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കണമെന്നല്ല, ഒന്നും നേടാനോ അല്ല, ആത്മാർത്ഥമായ ഒരു ബന്ധം നിലനിർത്താനുള്ള ഒരു ശീലമാണ്. ഒരു സിൻസിയർ മെസ്സേജ് ഒരു മനുഷ്യന്റെ ദിവസത്തെ തന്നെ മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. ഹാബിറ്റ് നമ്പർ 5 ഡിജിറ്റൽ സൺസെറ്റ് ആണ്. ഡിജിറ്റൽ സൺസെറ്റ് എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ് ഫോൺ എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് വെക്കുക. സ്ക്രീനുകൾക്ക് വിട പറയുക. നിശബ്ദത നിങ്ങളുടെ രാത്രിയുടെ ഭാഗമായി മാറട്ടെ. നല്ല ഉറക്കം, ശാന്തമായ മനസ്സ്, അടുത്ത ദിവസം കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. ഇത് വളരെ ചെറിയൊരു ശീലമാണ്, പക്ഷേ ഇതിന്റെ ഫലം വളരെ വലുതാണ്. സുഹൃത്തുക്കളെ, ചെറിയ ശീലങ്ങൾ നമ്മളിൽ വലിയ ഇമോഷണൽ മസിലിനെ വളർത്തും. ഈ വർഷം ഇനിയും അവസാനിച്ചിട്ടില്ല. ഇത് മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇന്നു മുതൽ ഒറ്റ ശീലം, ഒറ്റ തീരുമാനം, അത് മതി നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. അത്തരത്തിലാകട്ടെ, പുതുവർഷത്തിൽ എനർജറ്റിക്കോടുകൂടി, നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹെൽത്തി ന്യൂ ഇയർ.